ഹായ് എവരി വൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല സൂപ്പർ മഴയാണ്. അന്നേരം ഞാൻ വിചാരിച്ചു കഞ്ഞി, പയർ തോരനില്ലേ, ചെറുപയർ തോരൻ, ചമ്മന്തി അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാക്കാമെന്ന് വിചാരിച്ചു. മീൻ എന്തായാലും നമ്മളിവിടെ വാങ്ങുന്നില്ല, അപ്പോൾ അന്നേരം ഇതൊക്കെയാണെങ്കിൽ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് തുടങ്ങാവേ. അത് ഞാൻ പയർ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഈ ഗ്യാസ് കത്തിച്ച് വെച്ചിട്ടുണ്ട്, ആ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. പയർ തോരനാണ് ഇത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിന് കുറച്ച് തേങ്ങ, കുറച്ച് നല്ല ജീരകം, മഞ്ഞൾപ്പൊടി, ഇനി ഇച്ചിരി മുളക് പൊടിയും ഇട്ട് അതിൻ്റെ അടിയിൽ വെളുത്തുള്ളി ഉണ്ടേ. നോക്കിയ വെളുത്തുള്ളി ഉണ്ട്. ഇത്രയും കൂടി ചേർന്ന് ഒന്ന് ചതച്ച് നമുക്കിതിനകത്തോട്ട് ഇട്ട് കൊടുക്കാവേ. അന്നേരം നമ്മളെ പയർ തോരൻ റെഡിയാവും. ഇച്ചിരി കറിവേപ്പിലയും കൂടെ. അപ്പോൾ ഞാനിതൊന്ന് ചതച്ചിട്ട് വരാവേ. ഇച്ചിരി മുളക് പൊടിയും കൂടി ഇടണം കേട്ടോ, ചതച്ചിട്ട് വരാം. ഞാനത് നന്നായിട്ട് ചതച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. നമുക്കതിലിട്ട് കൊടുത്ത് ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ പയർ പുഴുങ്ങി വെച്ചത് നല്ല ഡ്രൈ ആയിരിക്കുക. അപ്പോൾ നമുക്ക് അരപ്പ് കൂടി സെറ്റാക്കണമെങ്കിൽ ഇതിൽ ഞാൻ ഉപ്പ് അരപ്പിൽ കൂടെ ഞെരടി ചേർത്തിട്ടുണ്ട്, എങ്കിലേ അതിനൊരു ടേസ്റ്റുള്ളൂ. അപ്പോൾ ഇനി ഇത് ഇവിടെ ഇരുന്ന് റെഡി ആവട്ടെ. നമുക്കിനി അടുത്തത്, നമുക്ക് ഒരു മിക്സിയുടെ ജാറിലോട്ട് പയറിന് തിരുമിയതിൻ്റെ ബാക്കി തേങ്ങ ഇരിപ്പുണ്ട്, അതിനെ നമുക്കിട്ട് കൊടുക്കാം. ഇതിൽ കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ നെല്ലിക്ക വലിപ്പമൊന്നുമില്ല, ഇച്ചിരി പുളി. അത് നമുക്കിങ്ങനെ പിച്ചിട്ടിട്ട് കൊടുക്കാം. ഇനി ഇതിലൊരു 4-5 വറ്റൽമുളകാണ്. ഇതും കൂടി നമുക്ക് ഇതിട്ട് കൊടുക്കാം. ഇതെന്താണെന്നറിയോ? ചമ്മന്തി അരയ്ക്കാനാണ് കേട്ടോ. ഇനി ചെറിയ ഉള്ളി ഒരു 4-5 എണ്ണം എടുത്തിട്ട് ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഒരു പീസ് ഇഞ്ചി, അത് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തതിലിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അരയത്തില്ല. ഇനി 2 പച്ചമുളക്, ഇച്ചിരി കറിവേപ്പില. അത് നമുക്ക് ലാസ്റ്റിൽ അതിലിട്ടൊന്ന് കറക്കിയെടുത്താൽ മതിയേ. അപ്പോൾ ഇതെല്ലാം കൂടി ഞാനൊന്ന് കറക്കിക്കൊണ്ട് വരാട്ടോ. അപ്പോൾ നമ്മുടെ കഞ്ഞിയുടെ ചമ്മന്തി ഇവിടെ ആദ്യം റെഡി ആയിട്ടുണ്ട്, ഉണ്ടോ? ഇനി അടുത്തത് പയർ സെറ്റായോ നമുക്ക് നോക്കാം. ഇവിടെ പയറും സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തൊരു കറിയും കൂടി ഉണ്ട്. അപ്പോൾ നമ്മുടെ പയർ തോരനും റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കഞ്ഞിക്ക് പയർ തോരനായിട്ടുണ്ട്. അടുത്ത കറിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇതിൽ ഒരു സവാളയുടെ പകുതിയും കുറച്ച് കൊച്ചുള്ളിയും കൂടി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് നമുക്കിതിലിട്ട് കൊടുക്കാം. ഇത് എൻ്റെ വീട്ടിൽ തന്നെയുള്ള നല്ല എരിവുള്ള പച്ചമുളക് 2 എണ്ണം, ബാക്കി കാന്താരി മുളകാണ്. അപ്പോൾ ഞാൻ അതും കൂടി, ഞാൻ കാന്താരി മുളകിന് ഞാൻ 2ആയി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ഞെരടുമ്പോൾ എൻ്റെ കൈ ഭയങ്കര എരിച്ചില്ല. അത് കാരണം ഞാൻ തന്നെ കട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് കുറച്ച് ഞെരടിയാൽ മതിയല്ലോ. അപ്പോൾ അതിട്ട് കൊടുക്കുക. ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിനെ നമുക്ക് നന്നായിട്ട് തിരുമ്മി ആ കാന്താരി മുളകിൻ്റെ ആ സ്മെല്ല് അടിക്കുന്നു മൂക്ക്. അത് തിരുമ്മി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ പുളി പിഴിഞ്ഞ് വെച്ചേക്കുക. നല്ല കുറുത്ത പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇതും കൂടെ ആയിട്ട് നമുക്ക് ഞെരടിയെടുക്കാം. ഞാനൊന്ന് ഉപ്പ് നോക്കട്ടെ.
സൂപ്പർ ടേസ്റ്റിയാണ്, നല്ല സൂപ്പർ എരിയും സൂപ്പർ ടേസ്റ്റ്. ഇനി നമുക്കിതിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് സ്പൂൺ കൊണ്ട് തന്നെ മിക്സ് ചെയ്യാതെ. കഞ്ഞിക്ക് ഞാൻ തിളപ്പിച്ചിട്ട് കുക്കറിനകത്ത് വെച്ചിട്ടുണ്ട്. അത് ഇച്ചിരി വേവുള്ള അരിയാണ്. അത് കഴിഞ്ഞിട്ട് ഞാനത് പുറത്തെടുത്തിട്ട് നിങ്ങൾക്കും കൂടി വിളമ്പി തരാവേ. അപ്പോൾ നമ്മുടെ കഞ്ഞി ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, നല്ല വെന്ത്. ഞാനത് മൺകലത്തിലോട്ട് കുക്കറിൽ നിന്ന് എടുത്തിട്ട് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് മൊത്തത്തിലങ്ങ് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കാം, നന്നായിട്ടൊന്ന് ഇളക്കി. ഇനി നമുക്ക് കണ്ടോ, നമ്മുടെ ഉച്ചക്കലത്തെ വിഭവങ്ങളാണ് ഈ ഇരിക്കുന്നതെല്ലാം. നല്ല അടിപൊളി ചൂട് കഞ്ഞി, നല്ല ചെറുപയറിൻ്റെ തോരൻ, നാരങ്ങ അച്ചാർ, പുളിയും മുളകും ഞെരടിയത്, നല്ല ചമ്മന്തി, പപ്പടം. ഇനിയിപ്പോൾ ഞാൻ പുറത്തോട്ട് കാണിച്ചു തരാം. ഇത് നല്ല സൂപ്പർ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കെല്ലാം കാണാൻ പറ്റുന്നുണ്ടല്ലോ. അത് പപ്പടമുണ്ട്, ഉപ്പുപുളിയുണ്ട്, പയർ തോരനുണ്ട്, ചമ്മന്തിയുണ്ട്, നാരങ്ങ അച്ചാറുണ്ട്. അപ്പോൾ ഓക്കെ, ഞാൻ ഇനി അത് വിളമ്പിയിട്ടും കൂടി കാണിച്ചു തരാവേ. അപ്പോൾ ഒരു പപ്പടവും കൂടി ഞാൻ വെച്ചിട്ടുണ്ട്. അടിപൊളി സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കറികളും നല്ല അടിപൊളി കഞ്ഞിയാണ്. അപ്പോൾ ഞങ്ങൾ കഴിച്ചേച്ചും വരാം. ഇത് വിളമ്പിയത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഈ തണുപ്പത്ത് നല്ല കഞ്ഞിയൊക്കെ തന്നെ കുടിച്ച് നല്ല ഹെൽത്തി ആയിട്ട് സേഫായിട്ടിരിക്കൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.